അപ്പോൾ ഇന്നത്തെ ഒരു റിവ്യൂന്ന് നമുക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററിക്ക് കുത്തനെ വില കുറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി അല്ലേ. അതായത് പണ്ട് 70,000 രൂപ ഉണ്ടായിരുന്ന ബാറ്ററി, അതായത് 3.7 കിലോ വാട്ട് അവറിന് 70,000 രൂപ ഉണ്ടായിരുന്ന ബാറ്ററിക്ക് ഇപ്പം 32,000 രൂപയേ ഉള്ളൂ. എന്നിട്ടും വണ്ടികൾക്കൊന്നും വില കുറഞ്ഞിട്ടില്ല. വണ്ടികൾക്ക് വില അതേപോലെ ഉണ്ട്, അല്ലെങ്കിൽ വില കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കമ്പനികളൊക്കെ നമ്മളെ ചീറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് അല്ലേ. അമീറുദ്ദീൻ നമസ്കാരം. നമസ്കാരം. അമീറുദ്ദീനെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിയായിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷം 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലേ. ഇതാണ് വണ്ടി, ഏത്തർ 450Xന്റെ ജനറേഷൻ 3 ആണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? 1,50,000. 1.5 ലക്ഷം കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടി. വണ്ടി എന്നാ എടുത്തത്? മാർച്ച് 2023 മാർച്ച് അല്ലേ. അപ്പോൾ ഏകദേശം 3 കൊല്ലം കൊണ്ട് 1.5 ലക്ഷം കിലോമീറ്റർ. നല്ലൊരു ഓട്ടം തന്നെ അല്ലേ. അപ്പോൾ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാനുള്ളത് വണ്ടീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നുമല്ല. കാരണം ഏത്തർ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് റോഡിൽ ഇറങ്ങി ഓടി തെളിയിച്ചതാണ്. അപ്പോൾ നമുക്കിപ്പം കസ്റ്റമേഴ്സിന് അല്ല, വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അറിയാനുള്ളത് ഈ 1.5 കൊല്ലം കൊണ്ട് എന്തൊക്കെ എക്സ്പെൻസ് വന്ന്, വണ്ടിക്ക് എന്തൊക്കെ ചിലവുകൾ വന്ന്, മാത്രമല്ല 1.5 ലക്ഷം കിലോമീറ്റർ ഒരു പെട്രോൾ വണ്ടിയിൽ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എത്ര രൂപ ചിലവാകും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കുണ്ടായ ലാഭം, ഇതിലുണ്ടായ എക്സ്പെൻസും കാര്യങ്ങളും, അതേപോലെ വണ്ടീൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ബാറ്ററി മാറ്റിയിട്ടുണ്ടോ, മോട്ടർ മാറ്റിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. വണ്ടി മാർച്ച് 20 എടുത്തത്. ഇന്നൊക്കെ ഏകദേശം ഒരു 3 വർഷമായി. ഓക്കെ. ടോട്ടൽ കിലോമീറ്റർ 1,50,000 സംതിങ് ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ വണ്ടിയുടെ ടോട്ടൽ എക്സ്പെൻസ് ഞാൻ പറയാൻ പോകുന്നത്, എനിക്ക് ടോട്ടൽ എക്സ്പെൻസ് ഒരു 40,000 രൂപ ആയിട്ടുണ്ട്. അത് മെയിൻ്റെനൻസ് ആണ്. ഓക്കെ. ആ മെയിൻ്റെനൻസിൽ ഫുള്ളായിട്ട് വണ്ടിയുടെ ഫുൾ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അതായത് വണ്ടിക്ക് എന്തൊക്കെ എക്സ്പെൻസ് എനിക്ക് വന്നിട്ടുണ്ട് ഡീറ്റെയിൽ ഞാൻ പറയാം. ഈ 42,000 രൂപ ചിലവായത്. ബാക്കിലെ ടയർ, ഈ ടയർ ഒരു 7 വട്ടം മാറ്റിയിട്ടുണ്ട്. 7 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിലെ ടയർ ഒരു 3 വട്ടം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ വീൽ ബെയറിങ്, ഈ വീൽ ബെയറിങ് ആണ് വരുന്നത് ഈ ഭാഗത്താണ്. ഇതാണ് വീൽ ബെയറിങ്. അത് 2 തവണ മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിലെ വീൽ ബെയറിങ് അതും 2 തവണ മാറ്റിയിട്ടുണ്ട്. പിന്നെ ബെൽറ്റ് 3 തവണ മാറ്റിയിട്ടുണ്ട്. 3 പ്രാവശ്യം. 29,000, 85,000, 1,30,000. 1.30. അതെ. പിന്നെ വണ്ടിയുടെ മറ്റുള്ള ബ്രേക്ക് പാഡ്, ഈ ബ്രേക്ക് പാഡ് അതൊരു മഴക്കാലത്താണ് കൂടുതലും മാറ്റാറുള്ളത്. വേനൽക്കൊക്കെ ഒരു 6 മാസം വേനലുണ്ടെങ്കിൽ അതിലൊരു 2 മാറ്റിയാൽ മതി, ബാക്കാലും ഫ്രണ്ടായാലും. മഴക്കാലത്താണ് കൂടുതൽ എക്സ്പെൻസ് വരുന്നത്, അത് കൂടുതൽ തേയ്മാനം വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഡിസ്ക് പ്ലേറ്റ് ഒറ്റ തവണ മാറ്റിയിട്ടുള്ളൂ. ബാക്ക് ഫ്രണ്ടും അതേപോലെ തന്നെ ഒറ്റ തവണ മാറ്റിയിട്ടുള്ളൂ ഈ ഡിസ്ക് പ്ലേറ്റ്, ഈ പ്ലേറ്റ്. പിന്നെ ഈ ഷോക്ക് അബ്സർ, ഈ ഫ്രണ്ടിലെ ഷോക്ക് അബ്സർ, ഇതിനിവിടെ ഓയിൽ സീൽ വരുന്നുണ്ട് ഈ ഭാഗത്ത്. ആ ഓയിൽ ടോപ്പ് അപ്പ് 2 വട്ടം ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇവിടെ സീല് വരുന്നുണ്ട്. ആ സീല് 2 തവണ മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ ട്യൂബ് ഏകദേശം 1 തവണ മാറ്റിയിട്ടുണ്ട്. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ ബാറ്ററി വാറണ്ടിയിൽ ഒരു 54,000 കിലോമീറ്റർ ബാറ്ററി ഉള്ള സമയത്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ. 54,000 കിലോമീറ്ററിൽ. പിന്നെ വരുന്നത് മോട്ടർ ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല. മോട്ടറിന് ഇതുവരെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല വണ്ടിക്ക്. പിന്നെ വണ്ടിയുടെ ബാക്ക് ഷോക്ക് അബ്സർ, ഈ ബാക്കിലെ ഈ ഷോക്ക് അബ്സർ 2 തവണ മാറ്റിയിട്ടുണ്ട്. ഒരു വട്ടം ഓൺലൈനിൽ മാറ്റിയതാണ്. ഓൺലൈനിൽ ഏകദേശം 2,000 രൂപ വന്നിരുന്നത്. പുറത്ത് മാറ്റാൻ 1,500 രൂപ വന്നതിന് 200 രൂപ സർവീസ് ചാർജും വന്നിട്ടുണ്ട്. പിന്നെ ഈ ബോൾ റൈസർ, ഈ ഫ്രണ്ടിൽ ബോൾ റൈസർ ഉണ്ട്, ഈ ബോൾ റൈസർ അത് 2 തവണ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഓയിൽ സീല്, ഇവിടെ ഒരു ഓയിൽ സീൽ വരുന്നുണ്ട്, MCL വരും, ബ്രേക്കിന്റെ MCL. ഇവിടെ ഈ MCL വരുന്നത് ഈ ഭാഗത്ത് ഒരു വട്ടം പൊട്ടിപ്പോയി ഞാൻ ഒരു വട്ടം മാറ്റി, ഒരു വട്ടം ടോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ ബ്രേക്കാണ് പോയിരുന്നത്. ഫ്രണ്ട് പോയ സമയത്ത് തന്നെ നേരെ ബാക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നേരെ സർവീസ് സെന്ററിൽ, അതായത് വർക്ക്ഷോപ്പിലെത്തി. വർക്ക്ഷോപ്പിൽ നിന്ന് ബാക്കും ഫ്രണ്ടും മാറ്റി. ഫ്രണ്ടാ പോയിരുന്നത്, ഫ്രണ്ട് ബാക്കും കൂടെ അയച്ചു നോക്കുമ്പോൾ ബാക്കും പോയിട്ടുണ്ട്. അങ്ങനെ ബാക്കും മാറ്റി ഫ്രണ്ടും മാറ്റി. പിന്നെ ആക്സിലറേറ്ററിന്റെ ഈ ത്രോട്ട് സെൻസർ
അത് ഇതുവരെ മാറ്റിയിട്ടില്ല, ഒന്നും പ്രശ്നം വന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ ബെൽറ്റിന്റെ പുള്ളികൾ, ഇതാണ് പുള്ളി, ഒരു പുള്ളി ഇവിടെ ഉള്ളോട്ടും വരുന്നുണ്ട്, ഉള്ളിലോട്ട് ഉള്ളിലോട്ടും വരുന്നുണ്ട്, രണ്ടും മാറ്റിയിട്ടില്ല. ആ വണ്ടി എടുത്ത സമയത്തുള്ള അത് സെയിം ആണ് വരുന്നത്. പിന്നെ വണ്ടിക്ക് മറ്റുള്ള മെയിൻ്റെനൻസ് ഒന്നും വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എത്ര രൂപ ചെലവായി എന്നാ പറയുന്നത്? മൊത്തം ഒരു 42,000 രൂപ. 42,000. അതെ. ഓക്കെ. അതിൽ ബാറ്ററി ഫ്രീ ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെ. ഇപ്പൊ ബാറ്ററി നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ ഏകദേശം എത്ര രൂപയാണെന്ന് അറിയോ? 33,000 രൂപ. ആദ്യം 70,000 ആയിരുന്നു, ഇപ്പൊ വില കുറഞ്ഞിട്ടുണ്ട്. ആദ്യം എത്രയായിരുന്നു? 70,000. ഓ, ഇപ്പൊ നേരെ പകുതിയായി വില. 33,000 രൂപ ആണോ? 33,000 രൂപ. ഒരു എത്ര കിലോ വാട്ട് അവർ ബാറ്ററിക്കാണ് പറയുന്നത്? 3.7 കിലോ വാട്ട്. അത് കമ്പനിയിൽ നിന്ന് വാങ്ങി തന്നെയാണോ, അല്ലെങ്കിൽ എവിടുന്നാ ഈ റേറ്റ് കിട്ടിയത്? അത് കമ്പനി സർവീസ് സെന്ററിൽ ഒരാൾ ഇതുവരെ മാറ്റി ഞാൻ കണ്ടിരുന്നു, അവർ പറഞ്ഞതാണ്. ഏത്തറിന്റെ ഓതറൈസ് സർവീസ് സെന്ററിൽ. ഓ, 3.7 കിലോ വാട്ട് അവർ ബാറ്ററിക്ക് 32,000 രൂപയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ പെട്രോളിന്റെ എക്സ്പെൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം, അതായത് 1.5 ലക്ഷം കിലോമീറ്റർ ഓടുമ്പം ഇലക്ട്രിക്, അതായത് നിങ്ങൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ടാവും, ഇതിപ്പം സ്വിഗ്ഗി ഓടുന്നതുകൊണ്ട് പുറത്തുനിന്നും ചാർജ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പം വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തതും പുറത്തുനിന്ന് ചാർജ് എല്ലാം കൂടി എത്ര രൂപ ചിലവായി? എനിക്ക് കറണ്ട് ചാർജ് മൊത്തത്തിൽ ഒരു 60,000 രൂപ ചിലവായിട്ടുണ്ട്. 60,000. അതെങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാൻ പറ്റുമോ? എങ്ങനെ വീട്ടിൽ നിന്ന് എത്രയായി? വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 20,000 രൂപ വീട്ടിൽ നിന്ന് ആയിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ 40,000 സംതിങ് പുറത്ത് ഇരുട്ടുന്ന ചാർജ് ചെയ്യാനായിട്ട്. ഇപ്പം ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും ഇത് കേൾക്കുമ്പോൾ, നിങ്ങൾ എവിടുന്ന ഈ കറക്റ്റ് കണക്ക് പഠിച്ചെന്നുള്ളത്. കാരണം നമ്മൾ ആദ്യമേ സംസാരിച്ചതിന് ശേഷമാണല്ലോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഈ കറക്റ്റ് കണക്ക് കിട്ടുന്നത്. അതേപോലെ നമ്മൾ 1.5 ലക്ഷം കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് പെട്രോൾ അടിക്കാൻ ഏകദേശം എത്ര രൂപയാവും? 3 ലക്ഷം രൂപയാവും. 3 ലക്ഷത്തിനടുത്ത് ആവും ഏകദേശം. അതായത് ഒരു 40-50 മൈലേജുള്ള ഒരു വണ്ടിയാണെങ്കിൽ അല്ലേ? ഇപ്പൊ പുതിയ ബാറ്ററിയിൽ എത്ര കിലോമീറ്റർ ഓടി? ബാറ്ററി മാറ്റിയതിനു ശേഷം 1 ലക്ഷം കിലോമീറ്ററിന് അടുത്തായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 100% ചാർജിൽ 100 കിലോമീറ്റർ ഇപ്പോഴും കിട്ടുന്നുണ്ട് ചാർജ്. ഇപ്പോഴും കിട്ടുന്നുണ്ട്. എന്നാലും പണ്ടത്തെ പെർഫോമൻസ് അത്ര ഇല്ല. പണ്ട് 110 കിട്ടിയിരുന്നു, അത് കിട്ടുന്നില്ല, ഇപ്പോൾ 100 കിട്ടുന്നു. അതേപോലെ വണ്ടീൻ്റെ പവറും പെർഫോമൻസും ഒക്കെ എങ്ങനെയുണ്ട്? മോട്ടറിന്റെ പവർ ഇതുവരെ കുറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ. പണ്ടത്തെ അതേപോലെ തന്നെ പവർ ഉണ്ട്. പിന്നെ മോട്ടർ ഇതുവരെ കംപ്ലൈന്റ് വന്നിട്ടില്ല. പിന്നെ ഒരു ഇൻഷുർ നമ്മൾ എടുക്കുന്ന സമയത്ത്, വണ്ടി എടുക്കുന്ന സമയത്ത് 5 വർഷമായിരുന്നു കിട്ടിയിരുന്നത്. അതിൽ 4 വർഷം തേർഡ് പാർട്ടും 1 വർഷം ഫുൾ കവർ ആയിരുന്നു. പിന്നെ 2 തവണ ഞാൻ ഇൻഷുറൻസ് പുതുക്കി ഫുൾ കവർ ആക്കിയിട്ടുണ്ട്. പിന്നെ IDV റേറ്റ് ഏകദേശം എത്രത്തോളം നമ്മൾ കൂട്ടി കൊടുക്കുന്നു അതിനനുസരിച്ച് ഇൻഷുറൻസിന് റേറ്റ് കൂടുന്നുണ്ട്. ഞാൻ ആദ്യം IDV റേറ്റ് 1,60,000 ആദ്യം കാണിച്ചിരുന്നത്. അന്ന് എനിക്കായിരുന്നത് 2,700 രൂപ ഫുൾ കവർ എടുക്കാനായിട്ടുണ്ടാവും. പിന്നെ മൂന്നാമത് എടുക്കാൻ 1,300 രൂപ ആയിട്ടുള്ളൂ. കാരണം IDV കുറച്ച് കാണിച്ചു, 900 ആ ലെവലിൽ കാണിച്ചപ്പോൾ എനിക്ക് ഒരു 1,300 രൂപ ആയിട്ടുള്ളൂ ഇൻഷുറൻസ് ഫുൾ കവർ എടുക്കാൻ. അപ്പം 2,300 റിന്യൂവലിന് ടൈം ആയിട്ടുണ്ട്. ഇപ്പം ഒരു ദിവസം ഏകദേശം എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട് നിങ്ങൾ? 150 മുതൽ 200, 210 ഓടുന്നുണ്ട്. ആണല്ലേ? എനിക്ക് വീട്ടിൽ നിന്ന് പോയി വരാനുള്ള ഒരു 40 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇടയ്ക്ക് വെച്ച് ചാർജ് ചെയ്യേണ്ടി വരും അല്ലേ? അതെ. അപ്പോൾ 2 തവണ ചാർജ് ചെയ്യണം. 2 തവണ ചാർജ് ചെയ്യണം. ഓട്ടത്തിൽ 2 തവണ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ഉണ്ട്. ഓക്കെ. ഇതിപ്പോൾ 1.5 ലക്ഷം കിലോമീറ്റർ ഓടി സ്ഥിതിക്ക് ഇനി ഒരു മാറ്റണം എന്നുള്ള ആഗ്രഹം വല്ലതും ഉണ്ടോ? അതെ. ഇത് വിറ്റിട്ട് പിന്നെ സിമ്പിൾ 1 അൾട്ര എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. സിമ്പിൾ 1ന്റെ അൾട്ര. അതായത് കൂടുതൽ റേഞ്ചുള്ള വണ്ടി ആകുമ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ എനിക്ക് ഫുള്ള് ഇവിടെ ഓടി എൻ്റെ വീട്ടിൽ തന്നെ പോവാം. അപ്പോൾ നല്ലൊരു കസ്റ്റമേഴ്സ് പാർട്ടി വന്നു കഴിഞ്ഞാൽ 1,10,000 1,10 1,5 കൊടുക്കാം. ഈ വണ്ടി കൊടുക്കാം. 1,10 കൊടുക്കാം. ആരും എന്നാലും കൊടുക്കാം. ഇനി വേണമെങ്കിൽ ആർക്കെങ്കിലും ക്യാഷ് ഇല്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലോണും ചെയ്ത് കൊടുക്കാം. അത് ഒരു നടക്കാൻ ഒരു ടീമുണ്ട്, അവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ആരും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആയിക്കോട്ടെ. എന്തായാലും അമീറെ, വിലപ്പെട്ട സമയം തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. വെൽക്കം.